കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് വിധവകളെ നമ്മൾ തെരഞ്ഞെടുത്തത്. ആദ്യം പെമ്മക്കളുടെ വിധവകൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തു. പിന്നീട് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് പിന്നീട് അതനുസരിച്ച് നമ്മൾ കൊടുത്തു. ഇനിയും നമ്മുടെ അപേക്ഷകൾ ഇനിയും പെൻഡിങ് നിൽക്കുകയാണ്. ഏകദേശം 10-15 അല്ലെങ്കിൽ എത്ര നമ്മൾ സ്കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരെണ്ണം 61ാമത്തെ അടുത്ത ദിവസം കല്ലിടും എടത്തല പഞ്ചായത്തില്. ഇതിന്റെ ജാതി മതം രാഷ്ട്രീയം ഒന്നുമില്ല. ഈ പദ്ധതി ആരാണോ അർഹതപ്പെട്ട ആൾ, ആ അർഹതപ്പെട്ട ആൾക്ക് വീട് കൊടുത്തു കൊടുക്കാവുന്നത്, ഡിസർവിംഗ് ആയ ആൾക്ക് വീട് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇനിയും സ്പോൺസർമാർ അന്വേഷിച്ചു കൊടുക്കരുത്. ഇരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും സ്പോൺസറെ എനിക്ക് ചൂണ്ടിക്കാണിച്ചാൽ അത് ദുനിയാവിന്റെ ഏത് അങ്ങേറ്റത്താലും പോയി ഞാൻ കൈനീട്ടാൻ റെഡിയാണ്. കാരണം ഒരു പാവപ്പെട്ട ഒരു പൂർണ്ണ വെള്ളം നടത്താൻ അത് വലിയ സന്തോഷമാണ്. ഇപ്പൊ ഞാൻ MLA ഇപ്പൊ ആരും ചോദിക്കാൻ പാടില്ല എന്തുകൊണ്ട് വീട് പണിത് കൊടുത്തില്ല എന്ന് ഒരാളും ചോദിക്കാൻ പാടില്ല. കാരണം അങ്ങനെ പണിത് കൊടുക്കേണ്ട നിർബന്ധമൊന്നുമില്ല. പക്ഷെ MLA എന്ന് 3 അക്ഷരം എനിക്ക് ജനങ്ങളെ തന്നത്. പാലം, തോട്, റോഡ്, അതൊക്കെ വികസനം തന്നെ. ആ വികസനത്തോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഒരു കരുതലാവേണ്ടത്. വികസനവും കരുതലും പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം. അവരൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക. ആ ചേർത്ത് പിടിക്കുമ്പോൾ അതിന് വിലങ്ങുതടിയായി രാഷ്ട്രീയമോ ജാതിയോ മതമോ എന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. എന്റെ രാഷ്ട്രീയ നിലപാടും കാഴ്ചപ്പാടും അതൊന്നും മാറ്റില്ല. പക്ഷേ അവിടെ ഒരു ജനപ്രതിനിധി, ഇപ്പൊ ഞാൻ ആദ്യം പഞ്ചായത്ത് മെമ്പറായി തുടങ്ങി, പിന്നെ ജില്ലാ മെമ്പറായി, ഇപ്പൊ 3ാം വട്ടം MLA ആയി നിൽക്കുകയാണ്. എനിക്ക് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാ ജനങ്ങളുടെയും പിന്തുണ എനിക്ക് ഈ പദ്ധതിക്കായാലും ഏത് പദ്ധതിക്കും എന്റെ മുന്നോട്ട് പോക്കി കിട്ടുന്നത്. ഇപ്പൊ ഞാൻ 15 വർഷമായി MLA മത്സരിച്ച് ഇന്ന് 15ാം വർഷത്തിൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, 15 വർഷം എനിക്ക് നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും ആ വാത്സല്യത്തിനും ഒക്കെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടും നിങ്ങളോടൊക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഇനിയും ആ സ്നേഹവും പിന്തുണയ്ക്ക് എക്കാലത്തും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പിന്തുണയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്ക് 60 വീട് പണിയാൻ സാധിച്ചു. 60 പേർക്ക് തല ചായ്ക്കാൻ ഒരിടം നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയായിട്ട് ഞാൻ എന്റെ അവസ്ഥ ഞാൻ ഇവരടുത്ത് പറയാറ്, വീട്ടുകാർക്ക് അത് വേറെ ഒരു സഹായം നമ്മൾ ആഗ്രഹിക്കും. തിരിച്ചൊന്നും നമ്മൾ വേണം. ഞാൻ ഒറ്റ കാര്യം പറയാറുണ്ട്. ഒന്ന്, അത് സ്പോൺസർ ചെയ്ത ആരാണോ ആ സ്പോൺസർ ചെയ്യുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയാളുടെ ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാവാൻ, അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടാവാൻ, ദീർഘായുസ് ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക്. ഇവരാണ് ഈ നിങ്ങളോട് പറയുന്നത്. സന്ധ്യാനാമം ചെല്ലുമ്പോൾ ഈ പ്രാർത്ഥനകളാണ്. ഈ വാഴ നനയുമ്പോൾ ചീര നനയെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാർത്ഥനയിൽ ഞങ്ങളെ പോലെ ആളുകളെ ഉൾപ്പെടുത്തണം. അത്ര മാത്രമേ പറയുള്ളൂ. ഇപ്പൊ ഞങ്ങൾ വിളിക്കുന്ന ജനപ്രതിനിധികൾ വാശിക്ക് ഇതിനു വേണ്ടി തന്നെ ഇവിടെ വന്നതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ